ഡ്രസ്സിന്റെ ഒക്കെ പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ. അതിനെപ്പറ്റി എന്താ പറയുന്നത്? അതിനെപ്പറ്റി ചെറിയൊരു സ്പോർട്സ് വെയർ ആണ്. ബോഡി ഹഗിങ് ഒരു ഡ്രസ്സായിരുന്നു വന്ന് ഇട്ടത്. അപ്പം അത് നമ്മൾ ഏതൊരു ഡ്രസ്സാണ് നമ്മൾ വല്ലാണ്ട് സൂമൊക്കെ ചെയ്തൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അത് ക്യാമറമാന്റെ ഒരു ഇതായിരിക്കും. ഒരു രീതിയിൽ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അവർക്കിപ്പം എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ ജനങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതൊക്കെ അവർക്ക് ഇഷ്ടം. കുഴപ്പമില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ 2-3 ദിവസം ആയല്ലോ. അപ്പൊ ആകെ ഒരു എപ്പിസോഡ് അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുള്ളൂ. എല്ലാം ഒന്നും കണ്ടിട്ടില്ല. വീട്ടുകാർ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അച്ഛനും അമ്മയെ കാണാറുണ്ട്. ഗബ്രി പോയല്ലോ. ലൈക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അവിടെ പോകുമ്പോൾ അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിട്ട് രണ്ടുപേരും നല്ല അറിയില്ല. ഞാനത് പറഞ്ഞില്ലേ, ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടില്ല. ആദ്യത്തെ ചേച്ചി ഉണ്ടായിരുന്ന ഒരാഴ്ചയിൽ ആളിച്ചിട്ട് സാഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നോക്കിയപ്പോൾ ഫാമിലി റൗണ്ടിൽ അത്യാവശ്യം ആക്ടിവിറ്റി ആയിരുന്നു. സോപ്പിന്റെ ഒക്കെ റൗണ്ടിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് 3-4 പേര് ഇഷ്ടമാണ്. ഇതേപോലെ സുജേട്ടും ശ്രീതും അർജുൻ അവരൊക്കെ ഇഷ്ടമാണ്. പ്രണയാണെന്നൊന്നും പറയാറായിട്ടില്ലല്ലോ. അവര് പറയാൻ നമുക്ക് പ്രണയം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മൾ പേഴ്സണൽ കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല. ഫ്രണ്ട്സ് ആണോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും പിന്നെ ജനവിധി പോലെ ഇരിക്കും. ജനങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെടുന്ന വോട്ട് കൊടുക്കുന്ന അതുപോലെ ഇരിക്കും. അപ്പം നമുക്ക് അതിനകത്ത് വോട്ട് പറയാൻ പറ്റും. മോള് 60-62 ദിവസം നിന്നു. അതുവരെ അവൾ ആക്റ്റീവായി നിന്നു. പിന്നെ ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ, അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഒരാഴ്ച അവൾ നിന്നിരുന്നെങ്കിൽ കുറേ കൂടെ ആക്റ്റീവായേനെ. പക്ഷെ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ, വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എലിമിനേഷൻ ആയി. അതിപ്പോൾ ഒന്നും പറയാനില്ല. ആള് നല്ല ആക്റ്റീവാണ്. പക്ഷെ നമുക്ക് ആ വീട് ആ വീട്ടിലെ പരിസ്ഥിതി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പുറത്തേക്കുമ്പോൾ എനിക്കായാലും ഞാൻ പറയാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനുള്ളിലുള്ള ആൾക്ക് അതിന്റെ ആ ഒരു നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ എന്തായാലും പുറത്തിറങ്ങിയിട്ട് ചോദിക്കാനുള്ള രീതിയിലാണ്. കപ്പടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 19 പേർക്ക് കപ്പ് കിട്ടില്ലല്ലോ. അതിൽ ഒരാളല്ലേ വിന്നറാവും. അതിൽ നല്ലപോലെ പ്ലേയേഴ്സ് നല്ലപോലെ കളിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർ വിന്നറാകാന്നുള്ള നോക്കാം. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുന്ന അതറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. അല്ലാതെ ഇങ്ങനെ പോകണം അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല. ബട്ട് അതിൽ നമ്മൾ എല്ലാവരും ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഫോണില്ല, വീട്ടുകാരില്ല, ഇത്രയും പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പം എല്ലാം ഇങ്ങനെ ടാസ്കുകൾ വരുന്നു. ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് തരണം ചെയ്യാനുള്ള മനക്കെട്ടിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എത്ര ദിവസം നിന്നോ അത്ര ദിവസം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു പോസിറ്റീവായിട്ട് നമ്മൾ ഡിഗ്നിറ്റിയോട് കൂടി തന്നെ നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഫ്രണ്ട്സാണ്, ഞാൻ ഫസ്റ്റ് ആയിട്ടിലാണ് പഠിച്ചത് എനിക്ക്. അപ്പോൾ അവിടെയാണ് കുറേ പേര് ചേച്ചി കാണാനുള്ള ചേച്ചി അപ്പോൾ നല്ല അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് അത് കേട്ടാൽ മതി. അതെ, എന്നോട് നേരിട്ട് പറയുമ്പോൾ ചേച്ചി ചേച്ചി ഇത്ര പാവമാണല്ലോ, നീയാണല്ലോ സാധനം. അത് കുഴപ്പമില്ല. ചേച്ചി ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പി. അത്രയേ ഉള്ളൂ. അയ്യോ, താങ്ക് യു.